ഞാൻ ഇപ്പൊ കരുതിയതേ ഉള്ളൂ ഒരു ജ്യൂസ് കുടിക്കണമെന്ന്. അപ്പോഴേക്കും മോൾ ഉണ്ടാക്കിയോ? ഇത് മാലതി ചെറിയമ്മ കുടിക്കണമെന്ന് കരുതിയ ജ്യൂസ് അല്ല, ഇതൊരു സ്പെഷ്യൽ ജ്യൂസാ. ഒരാൾക്കുള്ള സ്പെഷ്യൽ ജ്യൂസ്. അതെന്താ സ്പെഷ്യല്? ഞാൻ കുടിച്ചാ ശരിയാവില്ലേ? കരിമ്പിൻ ജ്യൂസ് കുടിക്കാൻ മാത്രം സ്പെഷ്യൽ ആളല്ലല്ലോ മാലതി ചെറിയമ്മ. കരിമ്പിൻ ജ്യൂസോ? അതെ, കരിമ്പിൻ ജ്യൂസ് തന്നെ. ഞാനിത് ആ സ്പെഷ്യൽ ആളിനെ കൊണ്ട് കൊടുത്തിട്ട് വരാം. മാറ് മാറ് മാറ്. ഓക്കാനവും ഛർദിലും രാവിലത്തെ തലചുറ്റിലും മാറാനും വേണ്ടി ഗർഭിണികൾക്ക് കൊടുക്കുന്ന ജ്യൂസാ അത്. ഞാൻ ഗർഭിണിയായിരുന്നപ്പോ എന്റെ അമ്മ സ്ഥിരം എനിക്ക് അതല്ലേ തന്നോണ്ടിരുന്നേ. അങ്ങനെയാണെങ്കി ഇന്നലെ പപ്പായ ജ്യൂസ് കുടിച്ച എന്തിന്? ഗർഭാലസിപ്പിക്കാനല്ലേ അത് കുടിക്കുന്നത്? എന്താ മാലു, ഇന്നലെ അലസിപ്പിക്കാൻ, ഇന്ന് പ്രസവിപ്പിക്കാൻ. അതെന്തോന്ന് ഗർഭം? നന്ദിനി എടുത്തൊരു വിഷയം ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ എങ്ങനെയാണ് അമ്മയോട് അവതരിപ്പിക്കാം? ഇവിടെ ഒന്നിക്കുവാണോ? ഞാൻ എവിടേക്ക് തിരക്കുന്നറിയാവോ? ജഗദീഷേട്ടന്റെ ഒരു കാര്യം. എന്താടി കാര്യം? ജഗദീഷേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞാലേ ജഗദീഷേട്ടൻ ഞെട്ടരുതെന്ന് ഞാൻ പറയില്ല. കാരണം ജഗദീഷേട്ടൻ ഞെട്ടും. എടി വേണേ, നീ പറയുന്നതിന് മുമ്പേ ഞാൻ ഞെട്ടാം. എന്നെ ശല്യപ്പെടുത്താൻ നീ ഒന്ന് പോയേ. അങ്ങനെ പോകുന്നില്ല. കാരണം ഞാൻ പറയാൻ വന്ന കാര്യം ജഗദീഷേട്ടന് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്താണെന്ന് വെച്ചാ ഒന്ന് പറഞ്ഞു തൊലയ്ക്കണ്ട മാലതി. ഏട്ടൻ അറിയാവോ, ഈ വീട്ടില് ഒരാൾക്ക് ഗർഭം. ഞെട്ടിയോ? ഞാൻ പറഞ്ഞില്ല ഞെട്ടോന്ന്. നല്ല പ്രായം അല്ലാത്തോണ്ടും ഭർത്താവ് ഒപ്പ ഇല്ലാത്തോണ്ടും നാണക്കേട് കൊണ്ടും അവരത് പുറത്ത് കാണിക്കാതെ വെച്ചിരിക്കുവാ. എടി, നേരത്തെ പോലെ നീ വല്ലതും പറഞ്ഞുണ്ടാക്കിയ നീ വീണ്ടും മേടിക്കുവേ. ഇതല്ല, ശരിക്കും ഇതാ സത്യം. നിനക്കെങ്ങനെ മനസ്സിലായി? അവര് നിന്നോട് വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ല, പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. എങ്ങനെ? ഇത് പ്രായത്തില് ഈ പ്രായത്തിൽ എന്താ കുഴപ്പം? നാട്ടുകാരെന്താണെന്ന് വിചാരിച്ചോട്ടെ. ഓഹോ, അപ്പൊ ജഗദീഷേട്ടൻ സപ്പോർട്ടാണല്ലേ? പിന്നെ ഞാനെന്ത് വേണം? പറ്റില്ലാന്ന് പറയണം. പ്രായത്തിന്റെ കാര്യം പോട്ടെ, ഭർത്താവ് അടുത്തില്ലാതെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എന്റെ വീട്ടുകാര് ചോദിച്ചാ ഞാൻ അവരോട് എന്ത് സമാധാനം പറയും? ഇപ്പോഴല്ലേ ഭർത്താവ് ഇല്ലാതായത്? കൂടെ ഉണ്ടായിരുന്നല്ലോ. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും അവര് പ്രസവിക്കും. ആ കുഞ്ഞ് ഈ വീട്ടിൽ വളരുകയും ചെയ്യും. ജഗദീഷേട്ടന് ഇതൊക്കെ എങ്ങനെ പറയാൻ സാധിക്കുന്നു? ഏട്ടന് നാണക്കേട് തോന്നാത്തതേ സ്നേഹം കൊണ്ടാ. ചിലപ്പോ ഇവിടെ ആർക്കും തോന്നില്ലായിരിക്കും. എന്നാലും അവർക്കൊരു വിവരം വേണ്ടേ?
ഈ പ്രായത്തിലും തൊട്ടിലാട്ടം നടക്കുന്നു. ഛേ, മാലതി, നീ നിന്റെ നാവും വെച്ച് മിണ്ടാതിരിക്കേ. ഇപ്പൊ ഞാൻ പറഞ്ഞതായോ കുറ്റം? ഇത് എത്ര നാൾ ഒളിപ്പിച്ചു വെക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. വയറ് പുറത്തേക്ക് തള്ളൂല്ലോ, അപ്പൊ എല്ലാവരും അറിയും. എടി, എല്ലാവരും പറഞ്ഞാൽ എന്താ പ്രശ്നം ഞാൻ ചോദിക്കുന്നത്? എനിക്കൊരു പ്രശ്നമില്ല, മാനക്കേടേ ഉള്ളൂ. പിന്നെ ജഗദീഷ് ഏട്ടനോട് ഒരു കാര്യം പറയാം. ഈ പ്രസവ ശുശ്രൂഷയ്ക്കൊന്നും എന്നെ വിളിച്ചേക്കരുത്. എനിക്ക് അവരെ താങ്ങി പിടിച്ചോണ്ട് നടക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ല. നീ നോക്കണ്ട, പോരെ. എടാ, നമ്മുടെ നന്ദിനിയടത്തി ഗർഭിണിയാണോന്നൊരു സംശയം. എടാ, എന്റെ ഒരു സംശയം മാത്രമാ, ശരിയാവണമെന്നില്ല. ചേച്ചി സംശയം ചെന്ന് അമ്മയോട് പറഞ്ഞ കൊളവാകും. നീ എന്താ ആലോചിക്കുന്നേ? എടാ, ദേ, നീ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്ക. എടാ, ഇത് സത്യമാണോന്ന് എങ്ങനെ അറിയും? എന്റെ ചേച്ചിക്ക് ഒരു പണിയൊന്നുമില്ലേ? ചേച്ചി ആദ്യം ഒന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടി. പക്ഷെ എനിക്കിപ്പൊ മനസ്സിലായി സംഭവം എന്താന്ന്. എന്ത്? ഭ്രാന്ത്, മുഴു ഭ്രാന്താവത്ത്. എന്റെ ഭാര്യയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2 ദിവസമായിട്ട് അവളിങ്ങനെ ഓരോ പിച്ചും പേയും പറഞ്ഞ് കറങ്ങടക്ക.